എനിക്കറിയാവുന്ന സുഹൃത്തിൻ്റെയും ഭാര്യയുടെയും കഥയാണിത്. വിവാഹശേഷം ആദ്യത്തെ കൺമണിക്കായി കാത്തിരിക്കുന്ന യുവദമ്പതികൾ 3 മാസം ഗർഭിണിയായ ഭാര്യയ്ക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടത് വിഷമത്തോടെയാണ് മനസ്സിലാക്കിയത്. ഗർഭാവസ്ഥയിൽ ചിക്കൻ പോക്സ് ബാധിച്ചാൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ഒട്ടും നല്ലതല്ല. ഒരുപക്ഷെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുട്ടിയെ ജനനശേഷം കാത്തിരിക്കുന്നതെന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. ആദ്യത്തെ കൺമണിയെ കാത്തിരുന്ന നമ്മുടെ സുഹൃത്തും ഭാര്യയും ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ മനസ്സിലാക്കിയതും അതുതന്നെയാണ്. അടുത്ത ബന്ധുക്കൾ അവരെ ഉപദേശിച്ചു, ഇനി ഒരു വഴിയേ ഉള്ളൂ, അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കൂ. അബോർഷനാണ് അവരൊക്കെ ഉദ്ദേശിച്ചത്. സുഹൃത്തിനും ഭാര്യയ്ക്കും അതത്ര എളുപ്പം സ്വീകാര്യമായി തോന്നിയില്ല. ഒരു വിദഗ്ധ അഭിപ്രായം ആരായുവാൻ അവർ അക്കാലത്തെ ഒരു മികച്ച ഡോക്ടറെ സമീപിച്ചു. ഡോപ്ലർ സ്കാനിങ്ങിൽ വിദഗ്ധനായ ആൾ സ്കാനിങ്ങിന് ശേഷം കുഴപ്പമൊന്നും ഉള്ളതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാഴ്ചയോ കേൾവിയോ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങൾ സ്കാനിങ്ങിൽ അറിയുവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 90% പ്രശ്നങ്ങളില്ലെങ്കിലും 10% കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവർ വീണ്ടും ധർമ്മസങ്കടത്തിലായി. അച്ഛനും അമ്മയും ഒരുപാട് ആലോചിച്ചു. കുട്ടിയെ നഷ്ടപ്പെടുത്താതെ അതിനെ പ്രസവിക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ അമ്മ കുട്ടിയെ പ്രസവിച്ചു. ഒരു പെൺകുട്ടി. വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു കുട്ടിയായി അവൾ വളർന്നു. ഒരുപാട് വിഷമിച്ചെങ്കിലും കാത്തിരുന്ന് കിട്ടിയ ആ കുഞ്ഞിന് അവർ നിധി എന്ന് പേര് വിളിച്ചു. മാസങ്ങൾ നീണ്ട വിഷമങ്ങൾക്കും വേദനകൾക്കും ഒടുവിൽ കിട്ടിയ ആ കുഞ്ഞിനെ നിധി എന്നല്ലാതെ മറ്റെന്ത് പേരിടുവാൻ? വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയ നിധി ഇന്ന് ഒരു ഡോക്ടറാകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. MBBS 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് നിധി ഇപ്പോൾ. നമ്മൾ ഓരോരുത്തരുടെയും പേരുകൾക്ക് പുറകിൽ ഇതുപോലെ എത്രയെത്ര കഥകൾ ഉണ്ടാകും. അതുപോലെയുള്ള കഥകളും വ്യത്യസ്തമായ പേരുകളെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. പേരുകൾക്ക് പുറകിലുള്ള കഥകൾ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പേരുകൾ. നമുക്ക് പേരുകൾ നമ്മുടെ മാതാപിതാക്കൾ തീരുമാനിച്ചതെങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടോ? ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ചിലരോട് അവരുടെ പേരിന് പുറകിലെ കഥകളെക്കുറിച്ച് ചോദിച്ചു. എന്താണ് അങ്ങനെയൊരു പേര്? കൗതുകമുള്ള പേരിലുള്ള തുടക്കം നാട്ടിലുള്ള സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ തുടങ്ങി. സീനിയേഴ്സായി പഠിച്ച അടുത്ത ഇരട്ട സുഹൃത്തുക്കൾ പ്രേംസിയും പഡോസിയും. നിങ്ങൾ കേട്ടത് ശരിയാണ്, ട്വിൻ ബ്രദേഴ്സ് പ്രേംസി പഡോസി. ഇരട്ടകളായ സഹോദരങ്ങളിൽ നിമിഷങ്ങൾക്ക് മുൻപേ വന്നയാൾക്ക് പ്രേംസി എന്നും രണ്ടാമത് പുറത്തെത്തിയ ആൾക്ക് പഡോസി എന്നും പേരിട്ടു. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തൊട്ടയൽവക്കത്ത് കിടന്നയാൾ എന്ന അർത്ഥത്തിലാണ് പഡോസി എന്ന ഹിന്ദി പേര് മാതാപിതാക്കൾ വിളിച്ചത്. രണ്ടുപേരും ജനിച്ചതാവട്ടെ നോർത്ത് ഇന്ത്യയിലും. എന്തായാലും രണ്ടുപേരും സ്റ്റൈലൻ പേരുകളുമായി ജീവിക്കുന്നു. പ്രേംസി അമേരിക്കയിലും പഡോസി കാനഡയിലും. മറ്റൊരു അടുത്ത സുഹൃത്തായ പ്രിയരഞ്ജിന്റെ സഹോദരൻ ഷൈൻ ചെറുപ്പം മുതൽ ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ക്രിക്കറ്റ് ഭ്രാന്തെന്ന് പറഞ്ഞാൽ സ്പോർട്സ് സ്റ്റാർ മാഗസിൻ്റെ 20-25 വർഷത്തെ ലക്കങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്രിക്കറ്റ് എൻസൈക്ലോപീഡിയ. മകൻ ജനിച്ചപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല. തൻ്റെ എക്കാലത്തെയും ഹീറോ ആയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡീൻ ജോൺസന്റെ പേര് തന്നെ മകന് കൊടുത്തു. ഡീൻ, അതെ, ഡീൻ ഷൈൻ എന്നാണ് മകന്റെ പേര്. അവർ ഇപ്പോൾ ഗ്ലോബൽ മലയാളികളായി അയർലൻഡിൽ താമസിക്കുന്നു. ഇതുപോലെ തങ്ങൾക്ക് ആരാധനയുള്ള സ്പോർട്സ് താരങ്ങളുടെ പേര് നൽകിയ ഒരുപാട് അച്ഛനമ്മമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പേരുകൾ കിട്ടിയ സച്ചിനും മെസ്സിയും രാഹുലും തുടങ്ങി മറഡോണയും റൊണാൾഡോയുമൊക്കെ നമ്മുടെ നാട്ടിൽ സന്തോഷത്തോടെ വളരുന്നുണ്ട്. സൂരജ് എന്ന് പേരുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ആ പേര് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞത് ഓർക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് കണ്ട ആദ്യത്തെ സിനിമ ആരാധന എന്ന ഹിന്ദി ചിത്രമാണ്. ഷർമിള ടാഗോറും രാജേഷ് ഖന്നയും ഒക്കെ അഭിനയിച്ച ആ സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു പാട്ടുണ്ട്. SD ബർമൻ ഈണമിട്ട് ലതാ മങ്കേഷ്കർ പാടിയ ചന്ദാ ഹേ തു സൂരജ് ഹേ തു ഓ മേരി ആംഖോं की तारा है तू എന്ന ഗാനം. चंदा है तू मेरा सूरज है तू
ആ സൂപ്പർ ഹിറ്റ് ഗാനത്തിലെ സൂരജ് എന്ന പേര് പിറക്കാനിരിക്കുന്ന മകനായി അവർ മാറ്റിവെച്ചു. നമ്മുടെ കഥാനായകൻ സൂരജ് രാജേഷ് ഖന്നയെപ്പോലെ നിത്യഹരിത സൗന്ദര്യവുമായി വിദേശത്ത് ജോലി ചെയ്യുന്നു. ലതാ മങ്കേഷ്കറിന്റെ പേര് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. എത്രയോ തലമുറകളെ സംഗീതത്തിൽ ആറാടിച്ച ലതാ മങ്കേഷ്കർ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ആ പേര് സാർവത്രികമാകുവാൻ കാരണമായി. അക്കാലത്തെ പല ലതമാരും ഇപ്പോൾ കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കുന്ന പ്രായവുമായി കാണും. അതിർത്തിയിൽ ജോലി ചെയ്യുന്ന അക്കാലത്തെ സൈനികർക്ക് ആശ്വാസമായിരുന്നത് വല്ലപ്പോഴും നാട്ടിൽ നിന്ന് കിട്ടിയിരുന്ന കത്തുകളും റേഡിയോയിൽ ദിവസേന കേട്ടിരുന്ന ഹിന്ദി ഗാനങ്ങളുമൊക്കെ ആയിരുന്നിരിക്കാം. അതുതന്നെയായിരിക്കും ഒരു കാലത്ത് മക്കൾക്ക് പേരിടുമ്പോൾ അച്ഛന്മാർ ലതയും ആശയും ഗീതയുമൊക്കെ പെൺകുട്ടികൾക്ക് പേരിടാൻ കാരണമായതും. മക്കൾക്ക് ആശയും ലതയുമൊക്കെ പേരിടണമെന്ന് വാശി പിടിച്ച പട്ടാളക്കാരായ ഭർത്താക്കന്മാരെ സംശയത്തോടെ നോക്കിയ ഭാര്യമാരുണ്ടായിരുന്നിരിക്കുമോ ആർക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഹിന്ദി സിനിമ നമ്മെ ഒരുപാട് സ്വാധീനിച്ചിരുന്ന ഒരു കാലത്താണ് നമ്മളുടെ നീണ്ട പേരുകൾ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങിയത്. പിന്നീട് രാജേഷും കിഷോറും സുനിലും അശോകും മനോജുമൊക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട പേരുകളായി മാറി. പെൺകുട്ടികൾക്കാവട്ടെ രേഖയും ഹേമയും ഷർമിളയും ആശയുമൊക്കെ പ്രിയപ്പെട്ട പേരുകളായി മാറി. തലമുറകൾക്ക് മുൻപുണ്ടായിരുന്ന നെടുനീളൻ പേരുകൾ 80കളുടെ തുടക്കത്തിൽ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങി. ശങ്കരനും വിജയനും അർജുനനുമൊക്കെ ശങ്കർ, വിജയ്, അർജുൻ എന്ന് മാറുവാൻ തുടങ്ങി. രണ്ടക്ഷര പേരുകളുടെ തുടക്കത്തിൽ മധുവും രഘുവും ഗോപിയുമൊക്കെ സൂപ്പർ ഹിറ്റ് പേരുകളായി. മത്തായിയും തോമാച്ചനും പത്രോസുമെല്ലാം മാത്യു, തോമസ്, പീറ്റർ ഒക്കെയായി മാറുവാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലാവട്ടെ സജി, റെജി, മഞ്ജു, അജി, പ്രസാദ്, ഹരി, ബിന്ദു എന്നൊക്കെ വിളിച്ചാൽ ചുരുങ്ങിയത് ആൾക്കൂട്ടത്തിൽ 2 പേരെങ്കിലും തിരിഞ്ഞു നോക്കുന്ന കാലമായിരുന്നു 80കൾ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്വീകരിച്ച ചില പിതാക്കന്മാർ മക്കൾക്ക് ലെനിൻ, സ്റ്റാലിൻ എന്നൊക്കെ പേര് നൽകി തങ്ങളുടെ ആശയങ്ങൾക്ക് അടിയുറച്ച പിന്തുണ നൽകി. ദേശീയ വീക്ഷണമുള്ള അച്ഛന്മാർ മക്കൾക്ക് ബോസ്, ദാസ്, ചിത്തരഞ്ജൻ, ഇന്ദിര, ജ്യോതി എന്നൊക്കെ പേര് നൽകി. ചുവപ്പിന്റെ പര്യായമായ ലാൽ കേരളത്തിലങ്ങോളം ചെറിയ പേരുമായി കളിച്ചു നടന്നു. ഈ സമയത്ത് കോതമംഗലത്ത് ഓരോ മാമോദീസ കഴിയുമ്പോഴും എൽദോസും ബേസിലും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടേയിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോതമംഗലത്തെ സുഹൃത്തുക്കളെ വിളിച്ചുകൊള്ളൂ. കോട്ടയത്തെ ഒരു കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. 9 മക്കൾ, 9 പേരും അഭിഭാഷകർ. 5 ആൺമക്കൾ, 4 പെൺമക്കൾ. ആൺമക്കളിൽ മൂത്ത മകൻ കോരസൻ, രണ്ടാമത്തെ ആൾ അനിയൻ, മൂന്നാമത്തെ ആൾ റേഞ്ച്. ഹൈറേഞ്ച് പ്രദേശത്ത് വെച്ചുണ്ടായ മകന് പിതാവ് കൊടുത്ത പേരാണ് റേഞ്ച്. 4ാമത്തെ ആളുടെ പേര് രസമാണ്, കാർജറ്റ്. അതായത് ചേട്ടന്മാരായ കോരസണിൻ്റെ കെയും അനിയൻ്റെ എയും 3ാമത്തെ ആളായ റേഞ്ചിൻ്റെ ആർ, ഈ 3 അക്ഷരങ്ങളും പിന്നെ ദ ഫോഴ്സ് ദാറ്റ് ഫോളോയിങ് എന്നർത്ഥമുള്ള ജെറ്റ് 4ാമത്തെ ആളെ സൂചിപ്പിക്കുവാൻ ജെറ്റ് എന്നുള്ള പദവും കൂടി ചേർത്തപ്പോൾ കാർജറ്റായി മാറി. അഡ്വക്കേറ്റ് കാർജറ്റാണ് ആളിപ്പോൾ. 5ാമത്തെ മകനാകട്ടെ കൊടുവത്ത് ഈശോയുടെ 9ാമത്തെ മകൻ, അതായത് കൊടുവത്ത് ഈശോസ് 9th സൺ, കെൻ എന്നാണ് പേരിട്ടത്. കോട്ടയത്തെ വക്കീൽ കുടുംബമായ കൊടുവത്ത് വീട്ടിലെ പേരിൻ്റെ പിന്നിലെ കഥകൾ അത്ര രസകരമാണ്. എൻ്റെ സഹപ്രവർത്തകൻ്റെ പിതാവ് ട്രെയിനിൽ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകവെയാണ് 2 രസകരമായ പേരുകൾ ശ്രദ്ധിക്കുന്നത്. ബ്രൈറ്റ്, ബ്രില്യൻ്റ്. ആൺമക്കൾ ഉണ്ടായപ്പോൾ 2 പേർക്കും പേരിടാൻ ഒന്നും ആലോചിച്ചില്ല. മൂത്ത ആൾ തോമസ് ബ്രൈറ്റും 2ാമത്തെ ആൾ ജോസഫ് ബ്രില്യൻറ്റും. പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ ബ്രൈറ്റും ബ്രില്യൻറ്റുമായി 2 പേരും ഇവിടൊക്കെ തന്നെ മിടുക്കന്മാരായി ജീവിക്കുന്നു. ദുബായിൽ ഷെറാട്ടൺ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന ശ്രീ സുബ്രഹ്മണ്യവും അദ്ദേഹത്തിൻ്റെ ഭാര്യ താരാഭായിയും തങ്ങൾക്കൊരു മകനുണ്ടായപ്പോൾ എന്ത് പേര് കൊടുക്കണമെന്ന് ആലോചിച്ചു. വ്യത്യസ്തമായ ഒരു പേരിനായി അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് സുഹൃത്താണ് ദാസു, അല്ലെങ്കിൽ നമ്മൾ ഡസോൾട്ട് എന്ന് വിളിക്കുന്ന എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളുടെ ശബ്ദത്തെ തോൽപ്പിക്കുന്ന മിറാഷ് എന്ന യുദ്ധവിമാനത്തെക്കുറിച്ച് പറയുന്നത്. മകന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ 2ാമത് ആലോചിച്ചില്ല. ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും അഭിമാനത്തോടെ ആ പേരുമായി
ലോകമാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം സംരംഭകനാണ് മിറാഷ് സുബ്രഹ്മണ്യം. ഖത്തറിലുള്ള സുഹൃത്തിൻ്റെ പേര് ഡുണ്ടു എന്നാണ്. കോഴിക്കോടുകാരനായ ഡുണ്ടുവിനെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ജീവിതത്തിൽ മറക്കില്ല. പേര് പോലെ തന്നെ രസികനാണ് ആളും. ഡുണ്ടു എന്ന പേര് വന്നതിനെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളത് ഇതാണ്. വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവാണ്. അപ്പം ചെറുതിലെ ഇങ്ങനെ നമ്മളെ കൊണ്ട് പേര് പറയിപ്പിക്കൂലേ, മോനെ പേര് പറയൂ അങ്കു എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പം എൻ്റെ അന്നത്തെ ഈ ബേബി ടോക്ക് വന്നത് ഡു 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 അങ്ങനെ എന്തോ ആണ്. അപ്പം ഈ ഡുണ്ടുവിനോട് റൈം ചെയ്തത് കൊണ്ട് അച്ഛൻ എന്തൊരു കൗതുകം തോന്നിയിട്ട് ഡുണ്ടു എന്നാക്കിയതാണ് പേര്. അപ്പം അങ്ങനെ സ്കൂളിൽ ചേർത്തുമ്പോഴൊക്കെ പേര് മാറ്റാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് നടന്നില്ല. ഗ്രാൻഡ് ഫാദറായിട്ടാണ് കൊണ്ടുപോയിട്ട് എന്നെ സ്കൂളിൽ ചേർത്തിയത്. ആ ടൈമിലൊക്കെ എൻ്റെ പേര് പിന്നെ മാറ്റിയില്ല, ഡുണ്ടു എന്നുള്ള പേരിൽ തന്നെയാണ് എന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യിച്ചത്. ഇതാണ് കോഴിക്കോടുകാരനായ ഖത്തറിൽ താമസിക്കുന്ന ഡുണ്ടുവിൻ്റെ കഥ. 2020 നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തത് കൊറോണയെക്കുറിച്ചാണ്. കൊറോണ എന്ന പേരിട്ട പെൺകുട്ടിയെക്കുറിച്ച് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചിരുന്നല്ലോ. ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ 50ഓളം കോഴ്സുകൾ പഠിച്ച, പഠനത്തിൽ എല്ലാ കാലത്തും മുൻപന്തിയിലുള്ള തിരുവനന്തപുരത്തുള്ള സിനാറ പറയുന്നത് പേരിൻ്റെ അർത്ഥം എ സെൽഫ് പ്രൊട്ടക്റ്റീവ് വൺ എന്നാണ്. സ്വയം സംരക്ഷിക്കപ്പെടുവാനുള്ള കഴിവുള്ള ഒന്ന് എന്നുള്ള പേര്. ഗ്രീക്ക് ഭാഷയാണ് സംഭവം. സിനാറ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എഴുത്തുകാരിയും അധ്യാപികയുമായ മൈന ഉമൈബാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. മൈന വീട്ടിലെ വിളിപ്പേരാണ്. പക്ഷികളെ, ജീവജാലങ്ങളെ ഏറെ സ്നേഹിക്കുന്ന വീട്ടുകാർ പെൺകുട്ടിക്ക് സ്നേഹത്തോടെ നൽകിയ പേരാണ് മൈന. മൈനയുടെ മകളുടെ പേര് കേൾക്കണോ? ഇതൾ എന്നാണ് പേര്. ഇതളിൻ്റെ മുഴുവൻ പേര് ഇതൾ നദി എന്നാണ്. ഇതളിൻ്റെ അനിയത്തിക്കുട്ടിയുടെ പേര് ഇശൽ എന്നാണ്. ഇശൽ മഴ എന്നാണ് മുഴുവൻ പേര്. എന്ത് രസമുണ്ടല്ലേ? ഇതൾ നദിയും ഇശൽ മഴയും അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ഇമ്പമുള്ള പേരുകളാണിത്. അടുത്തിടെ ഏറെ കൗതുകം തോന്നിയ പേരാണ് ഈ വർഷം ഏറ്റവും മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കനി കുസൃതിയുടേത്. നാടകവും സിനിമയും ആക്ടിവിസവുമൊക്കെ വളരെ ഗൗരവമായി കാണുന്ന ആളാണ് കനി കുസൃതി. അടുത്ത സുഹൃത്തും കോണ്ടന്റ് ക്രിയേറ്ററുമായ VK ആദർശന് തൻ്റെ അച്ഛൻ ആ പേര് കൊടുത്തത് മഹാനായ VK കൃഷ്ണമേനോനോടുള്ള ആരാധനയാണ്. വാഴപ്പള്ളി കരുണാകരൻ പിള്ളയുടെ മകൻ അങ്ങനെ VK ആദർശായി മാറി. ആദർശിൻ്റെ സഹോദരിയുടെ പേര് KR ആതിര എന്നാണ്. അതെ, KR ഗൗരിയമ്മ എന്ന വിപ്ലവ നായികയോടുള്ള ബഹുമാനം കരുണാകരനെയും രാധാമണിയമ്മയുടെയും മകൾക്ക് പേരിനു മുന്നിലുള്ള KR എന്ന 2 അക്ഷരങ്ങൾക്ക് പ്രേരണയായി. പേരുകൾക്ക് ആകസ്മികത യാഥാർത്ഥ്യത്തിന് കാരണമായ അപൂർവം ചില നിമിഷങ്ങൾ. പലസ്തീൻ നേതാവായ യാസർ അറാഫത്തിനോടുള്ള കടുത്ത ആരാധന ആ പേര് മകന് നൽകാൻ കാരണമായ ഒരു പിതാവിനെക്കുറിച്ച് ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞതോർക്കുന്നു. സൗദിയിലെ സ്വദേശീവൽക്കരണം, നിദാഖത്ത് നിയമം കാരണം തൊഴിൽ നഷ്ടമായ പിതാവ് കുഞ്ഞിനെ നിദാഖത്ത് എന്ന് തന്നെ പേരിട്ടത് പത്രത്തിൽ വായിച്ചു തോർക്കുന്നു. ഇളയ മകന്റെ പേരിടൽ ചടങ്ങിന് തൊട്ടു മുൻപ് കണ്ട സിനിമയിലെ അതിമാനുഷിക കഥാപാത്രത്തിന്റെ പേര് ഏറെ ഇഷ്ടപ്പെട്ട കണിച്ചുകുളങ്ങരയിലെ കുഞ്ഞൻകുട്ടി പേരിടൽ ചടങ്ങിന് മകന്റെ കാതിൽ സ്നേഹത്തോടെ വിളിച്ചു കിങ് കോങ്. ആ കിങ് കോങ് വളർന്ന് ചേർത്തലയിലെ ഓട്ടോക്യാസ് കമ്പനിയിലെ കരാർ ജീവനക്കാരനായി ജോലി ചെയ്യുന്നു. എറണാകുളത്ത് വൈപ്പിൻ സ്വദേശിയായ മജുംദാറിന് ആ പേര് വന്നത് CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ജനറൽ സെക്രട്ടറിയും നക്സൽ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും പോരാളിയുമായിരുന്ന ചാരു മജുംദാറിനോടുള്ള അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആരാധനയിൽ നിന്നാണ്. പിതാവിന് ചാരു മജുംദാർ എന്ന് തന്നെ പേര് നൽകാനായിരുന്നു ഇഷ്ടം. അട്ടപ്പാടിയിലെ അഗളി സ്കൂളിൽ ചേർക്കാനായി പേര് പറഞ്ഞപ്പോൾ പ്രധാന അധ്യാപകന് അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ചാരു ഒഴിവാക്കി മജുംദാർ എന്ന് ചേർത്തു. എഴുത്തുകാരുടെ പേരുകൾ എക്കാലത്തും മലയാളികളെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യൻ എഴുത്തുകാരനായ ദസ്തേവെസ്കി എന്ന മകന് പേരിട്ട സാഹിത്യ കുതുകിയായ പിതാവിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. നമ്മുടെ മജുംദാറില്ലേ, നേരത്തെ സൂചിപ്പിച്ച ആൾ, അദ്ദേഹം വളർന്നു വലുതായപ്പോൾ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം വായിച്ചപ്പോൾ മനസ്സിൽ കുറിച്ചു, മകനുണ്ടായാൽ അവന് വിശ്വസാഹിത്യകാരൻ്റെ പേര് തന്നെ നൽകണം.
അങ്ങനെ മജുംദാർ മകന് ദസ്തയേവ്സ്കി എന്ന് പേരിട്ടു. ആ പേരുകാരനെ കാണാൻ ഒരു സങ്കീർത്തനം പോലെ എഴുതിയ പെരുമ്പടവം ശ്രീധരൻ എറണാകുളത്തെത്തി. റഷ്യൻ പേരുകാരനായ നമ്മുടെ കഥാപാത്രത്തിനെ ടീച്ചർമാരും കൂട്ടുകാരും ഇപ്പോൾ വിളിക്കുന്നത് ദോസ്തോ എന്ന ചുരുക്കപ്പേരിലാണ്. ദോസ്തോയുടെ സഹോദരിയുടെ പേര് അൻഷുമാല എന്നാണ്. പുന്നപ്ര വയലാർ സമര നേതാവായിരുന്ന KC വേലായുധൻ മക്കൾക്ക് പേരിട്ടത് ഇന്തോനേഷ്യൻ നേതാവായിരുന്ന സുക്കോർണോവിൻ്റെയും റഷ്യൻ പേരായ സുമിത്രോവുമാണ്. ഒരിക്കൽ യാദൃച്ഛികമായി തൻ്റെ സഹപ്രവർത്തകയെ എൻ്റെ സ്വന്തം സഹോദരി പരിചയപ്പെടുത്തിയത് ഓർക്കുന്നു. പേര് പുതുമ. അത്രയും പുതുമയുള്ള പേര് ആദ്യമായാണ് കേൾക്കുന്നത്. ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത പേര് അല്ലേ? മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമാ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്ന വിന്ധ്യൻ്റെ മകളാണ് പുതുമ. ചിത്രകാരനായ റാസി റൊസാരിയും പത്രപ്രവർത്തകയായ രാഖിയും മക്കൾക്ക് പേരിടുവാനുള്ള കാരണം അവരുടെ അധ്യാപികയായിരുന്നു. അനാമിക എന്നുള്ള പേര് എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമായ ഒരു പേരാണ്. അത് കണ്ടുപിടിച്ച ആൾ എൻ്റെ അമ്മയാണ്. അപ്പം ഞങ്ങളുടെ ഒരു ടീച്ചറുടെ അടുത്ത് ഇവള് കുഞ്ഞായിരുന്നപ്പോൾ ഇവളെയും കൊണ്ട് പോയി. ടീച്ചറിന് 2 ആൺകുട്ടികളാണ്. അപ്പം ടീച്ചർ പറഞ്ഞു, എൻ്റെ കൊച്ചിന് ഞാൻ ഇടാൻ വെച്ചിരുന്ന പേരാണ് അനാമിക അല്ലെങ്കിൽ അൽമിത്ര എന്ന് പറഞ്ഞു. അങ്ങനെ അൽമിത്ര എന്നുള്ള പേര് നമ്മൾക്ക് കിട്ടി. അത് ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തില് പ്രണയത്തെക്കുറിച്ച് പറയൂ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടറുടെ പേരാണത്. അപ്പം അനാമിക ഉള്ളപ്പോൾ തന്നെ നമ്മൾക്ക് അൽമിത്ര എന്ന് പറയുന്ന പേരും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് അൽമിത്ര എന്ന് പേരിടണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമായി. അതായത് രണ്ടാമതൊരു പെൺകുട്ടി ഉണ്ടാവാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോഴേ മുതൽ ആദ്യത്തെ ആള് വന്നപ്പോൾ മുതൽ ഈ അൽമിത്ര എന്നുള്ള പേര് ഞങ്ങളുടെ കൂടെ അപ്പോൾ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പോലെ രണ്ടാമത്തെ ആളും പെൺകുട്ടിയായി. ആ കുട്ടിക്ക് അങ്ങനെ പേരിടാനും പറ്റി. അങ്ങനെയാണ് അനാമികയുടെയും അൽമിത്രയുടെയും പേര് വന്നത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം മറന്നു. പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിരുന്ന അച്ഛൻ ബംഗാളി സാഹിത്യത്തെയും തത്വചിന്തകനായ ഒറോബിന്ദ് ഘോഷിനെയും ഇഷ്ടപ്പെട്ടിരുന്നു. മകന് അദ്ദേഹത്തിൻ്റെ പേര് നൽകാം എന്ന് തീരുമാനിച്ച് സ്കൂളിൽ ചേർക്കാനായി അമ്മ എന്നെയും കൊണ്ട് ചെങ്ങന്നൂരിലെ ഇൻഫന്റ് ജീസസ് സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത പേര് വേണം. അമ്മ പറഞ്ഞു, അച്ഛൻ വാശിക്കാരനാണ്. ടീച്ചർ ഉപായം പറഞ്ഞു, ഒറോബിന്ദോ വേണ്ട, അരബിന്ദാക്കാം. അമ്മയ്ക്ക് താല്പര്യമായി. അച്ഛൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന പേര് മലയാളവുമായി ബന്ധമുള്ളതാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യത്തെ ആൾക്ക് ചാരുത എന്നും രണ്ടാമത്തെ ആൾക്ക് ചേതന എന്നും പേര് നൽകി. ഒരാൾ എൻ്റെ ജീവിതത്തിന് ചാരുത നൽകിക്കൊണ്ടിരിക്കുന്നു, മറ്റേയാൾ നമ്മുടെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും ചേതന നൽകിക്കൊണ്ടിരിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദ്യത്തെ ആൾ ആ പേര് മാറ്റി വേറൊരു പേരിടണമെന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു. അതവൾ പറയുമ്പോൾ എനിക്ക് നെഞ്ചിലൊരു ചെറിയ കാരണമില്ലാത്ത വിങ്ങലുണ്ടാകുമായിരുന്നു. ഒരു പിതാവിനും മാതാവിനും ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് തങ്ങളുടെ മക്കൾക്ക് പേര് കൊടുക്കുക എന്നത്. തങ്ങളുടെ ആ സമയത്തെ ബോധ്യത്തിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല പേരാണല്ലോ അവർ തിരഞ്ഞെടുക്കുക. മക്കൾ വലുതാവുമ്പോൾ അവർക്കത് മനസ്സിലാവും. കാരണം നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഒരിക്കൽ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അർഹതയുള്ള ഏറ്റവും മനോഹരമായ പേര് തന്നെയാണ് മാതാപിതാക്കൾ നമുക്ക് തന്നത്. എന്തിൻ്റെ പേരിലായാലും അതിനെ നന്ദിയോടെ ഓർക്കാം. പേരുകൾക്ക് പുറകിലുള്ള കഥകൾ എത്ര വിചിത്രമാണ്, രസകരമാണ്. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പേരിൻ്റെ പിറകിലെ കഥ അറിയാവുന്നവരുമല്ലാത്തവരുമായി അത് ഒന്നുകൂടി മാതാപിതാക്കളുമായി സംസാരിച്ചാലോ? ഒരിക്കൽ കൂടി അവരുമായി സംസാരിക്കുവാൻ ഇതൊരു കാരണമാവട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി. ഞാൻ ഒറോബിന്ദു അല്ല, അരബിന്ദ്. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതട്ടെ. ഇതുപോലെ രസകരമായ പേരുകളും പേരുകൾക്ക് പുറകിലെ കഥകളും അറിയാമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ വോയിസ് മെസ്സേജിലൂടെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.